ഗൗരി. അവളുടെ മുടിയിഴകളിൽ മെല്ലെ വിരലോടിച്ചുകൊണ്ട് അവൻ വിളിച്ചു. എനിക്ക് ഇഷ്ടമായിട്ടോ. എന്ത്? അവൾ അവനെ ഇറക്കെ പുണർന്നുകൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പോഴും എല്ലാം. പിന്നെ പ്രത്യേകിച്ച് ദേ ഇത്. ഒരു കുതിപ്പിനെ എഴുന്നേറ്റുകൊണ്ട് അവൻ അവളുടെ ദേഹത്തു നിന്നും ബെഡ്ഷീറ്റ് വലിച്ചെടുത്തു. എന്നിട്ട് അവളെ അണിവയറിലേക്ക് മുഖം പൊഴുതി. അവൻ്റെ ദന്തം നിരകൾ അവളുടെ പൊക്കിൾ ചുഴിയുടെ മുകളിലായി നിലകൊണ്ടു. കാക്കപ്പുള്ളിയിലേക്ക് പതിഞ്ഞതും ഗൗരി അവൻ്റെ മുടിയിഴകളിൽ കോർത്തു വലിച്ചു. മഹിയേട്ടാ പ്ലീസ്. പക്ഷെ അവൻ പിന്മാറിയില്ല. ഓരോ ചുംബനവും ഏറ്റുവാങ്ങുമ്പോഴും ഗൗരി പിടഞ്ഞു. പെണ്ണിൻ്റെ പൂവടൽ പോലും വിറകൊണ്ട് കഴിഞ്ഞു. പെട്ടെന്ന് മഹി എഴുന്നേറ്റു. അതിന് ഞാൻ ചെയ്തില്ലല്ലോ ഗൗരിയെ. അപ്പോഴും അവളെ വിറയ്ക്കുകയാണ്. വേഗം തന്നെ അവൾ കൈയെത്തിച്ച് ബെഡ്ഷീറ്റ് വലിച്ചെടുത്തു തൻ്റെ ദേഹത്തേക്കിട്ടു. എൻ്റെ ഗൗരി, നീ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ കുറച്ച് പാടുപെടും കേട്ടോ. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പേടിച്ചു പോയി, അതാണ്. എന്തിനാ പേടിക്കുന്നേ? ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു. മതിയായില്ല പെണ്ണേ, സത്യം. അവൻ അവളുടെ കാതിൽ മൊഴിഞ്ഞു. ഗൗരി കണ്ണ് തുറന്നു. ഉറങ്ങിക്കോ, നാളെ സ്കൂളിൽ പോകണ്ടേ? അവൻ അവളുടെ തോളിൽ തട്ടി. പതിയെ അവളുടെ കണ്ണുകൾ കോമ്പി അടഞ്ഞു. മഹി പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു. കട്ടമുല്ലയുടെയും ചെമ്പകത്തിൻ്റെയും സുഗന്ധം. മഴ പെയ്ത് തോർന്നപ്പോൾ തന്നെ വാനിൽ നീല അങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നു. തോഴിമാരായി അനേകം താരകങ്ങളുമുണ്ട്. കുറേയേറെ സമയം മഹി ആ ഇരിപ്പ് തുടർന്നു. അകലെ എവിടെയോ പാതിരക്കോഴി കൂവുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടു ആദ്യ രീതിയുടെ ആലസ്യത്തിൽ മിഴികൾ പൂട്ടിക്കിടക്കുന്നവളെ. രാവിലെ ആദ്യമുണർന്നത് ഗൗരിയായിരുന്നു. സമയം 5 മണിയായിരുന്നു. തലേ ദിവസം രാത്രിയിൽ മഹി ചൂടിക്കൊടുത്ത ചെമ്പകപ്പൂക്കളെല്ലാം വാടിക്കിടക്കുന്നുണ്ടായിരുന്നു. അവൾ കണ്ണ് ചിമ്മി തൂർന്നുകൊണ്ട് മഹിയെ നോക്കി. അപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിനെന്നപ്പോൾ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവൻ്റെ കിടപ്പ്. തൻ്റെ പ്രാണൻ്റെ ശ്വാസതാളം കേട്ടുകൊണ്ട് അവൾ അല്പനേരം ആ കിടപ്പ് തുടർന്നു. ഈ പുലരി പിറക്കാതെ ഇരുന്നുവെങ്കിൽ മഹിയേട്ടനെ ചൂടേറ്റുകൊണ്ട് ഇങ്ങനെ ഈ കിടപ്പ് തുടരാമായിരുന്നു എന്നാണ് അവൾ ആദ്യം ഓർത്തത്. അവൻ നൽകിയ രതിയേക്കാൾ അവൾക്കേറെ മനസ്സ് നിറഞ്ഞത് അതിനുശേഷം അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ നെറുകിൽ തലോടിക്കൊണ്ട് തനിക്ക് വേദനിച്ചോ എന്ന് ചോദിച്ചപ്പോഴായിരുന്നു. ആ കരുതൽ, സ്നേഹം, ലാളന എല്ലാം ആവോളം അനുഭവിച്ചു. ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവൻ അവളുടെ പ്രാണന്റെ അവകാശിയായി മാറിയിരിക്കുന്നു. മഹിയേട്ടൻ, ഈശ്വരൻ തനിക്കായി കാത്തുവെച്ച തൻ്റെ ഹൃദയത്തുടിപ്പ്. അവൾ പതിയെ എഴുന്നേറ്റു. തൻ്റെ നാണമെന്ന വികാരത്തെ ഒറ്റ രാത്രി കൊണ്ട് കവർന്നെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞവനെ അവൾ ഒന്നുകൂടി നോക്കി. കള്ളത്തെ മടി. അവൾ ചിരിയോടെ പിറുപിറുത്തു. എന്നിട്ട് മാറുവരെയും ബെഡ്ഷീറ്റ് എടുത്ത് ഉടുത്തുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി. വെള്ളത്തുള്ളികൾ ദേഹത്ത് വീണപ്പോൾ അവൻ്റെ ദന്തം പതിഞ്ഞ ഭാഗത്തെല്ലാം നനത്ത നീറ്റൽ പോലെ. എന്നിരുന്നാലും ആ വേദനയിലും വല്ലാത്ത കുളിരും സുഖവും. കുറേയേറെ സമയം അവൾ ആ നിൽപ്പ് തുടർന്നു. ഒരു മന്ദസ്മിതത്തോടെ ഗൗരി പുറത്തേക്ക് ഇറങ്ങി വന്നു. ജനാല തുറന്നപ്പോൾ തണുത്ത കാറ്റും ഒപ്പം ചെമ്പകപ്പൂ മണവും അവിടെ മാകുന്നിരുന്നു. അകലെ കൃഷ്ണൻകോവിൽ നിന്നും MS സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാതം ഉയർന്നു കേൾക്കുന്നുണ്ട്. പാൽക്കാരനാണോ പത്രക്കാരനാണോ എന്നറിയില്ല. ബെല്ലടിച്ചുകൊണ്ട് പോകുന്നത് കാണാം. അവളിറങ്ങി താഴേക്ക് ചെന്നു. ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്തു. നല്ല ഒരു കോഫി കുടിക്കാം. പാലിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച ശേഷം അവൾ സ്റ്റൗ ഓൺ ചെയ്തു. തലേ ദിവസം ദോശമാവ് അരച്ച് വെച്ചത് നന്നായി പതഞ്ഞു പൊങ്ങി പരുവമായിട്ടിരിക്കുന്നു. അല്പം ഉപ്പ് ചേർത്തുകൊണ്ട് ഒന്നുകൂടെ നന്നായി ഇളക്കിയ ശേഷം ഗൗരി അത് മാറ്റിവെച്ചു. പാല് തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിന് പൊടിയും പഞ്ചസാരയും ഇട്ട് ഇളക്കി സ്റ്റീൽ കപ്പിലിട്ട് ഒന്നാറ്റി. 1 കപ്പ് കാപ്പി കുടിച്ച ശേഷം വല്ലാത്തൊരു സുഖം, ആകെ ഒരു ഉന്മേഷം. ആ സമയത്താണ് മഹി ഉണർന്നു വന്നത്. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് വരുന്ന ആളാണ്. ഇന്ന് എന്തേ പറ്റിയത്? അവൾ ആലോചിച്ചു. പിന്നിൽ വന്ന് നിന്നുകൊണ്ട് അവനുള്ള വയറിലൂടെ ഇരു കൈകളും ബന്ധിച്ചു. എന്നിട്ട് അവളുടെ പൊക്കൽ ചുഴിയിലേക്ക് ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് ചുഴറ്റി. മഹിയേട്ടാ, കൂടുന്നുണ്ട് കേട്ടോ. നല്ല പെടതരുന്നുണ്ട് ഞാനേ. പിന്തിൽ നിന്നുകൊണ്ട് അവൾ അവനെ നോക്കി പേടിപ്പിച്ചു. നിനക്കിട്ടാണ് ഇപ്പോൾ 2 എണ്ണം തരേണ്ടത്, അറിയോ? എനിക്കിട്ടോ? അതിന് ഞാൻ എന്താ ചെയ്തു? ഗൗരി ചുണ്ട് കുറിപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. ദാ ഇത് കണ്ടോ നീ? അവൻ തിരിഞ്ഞു നിന്നപ്പോഴാണ് ഗൗരി കണ്ടത് തൻ്റെ നഖം കൊണ്ട് കോറിയ പാട്. ഇങ്ങനെ തുടർന്നാൽ പിന്നെ എൻ്റെ പുറത്ത് അല്പം പോലും ഇടബാക്കി കാണില്ല കേട്ട ഗൗരിയെ. അവൾ എടുത്തു വെച്ച കാപ്പിയുമായിട്ട് ഉമ്മർത്തേക്ക് പത്രം എടുക്കാനായി പോകുമ്പോൾ മഹി വിളിച്ചു പറഞ്ഞു. ഗൗരി കേച്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങി. നല്ല മഞ്ഞുണ്ട്. ഹോ, ഇന്നും മഴ കാണും അവൾ ഓർത്തു. തലേ ദിവസത്തെ മഴയത്ത് ധാരാളം കരയിലകൾ കൊഴിഞ്ഞു വീണിട്ടുണ്ട്. അവളൊരു ചൂലെടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് എല്ലാം നന്നായി അടിച്ചു വാരി കളഞ്ഞിട്ടാണ് വീണ്ടും കയറി വന്നത്. ഏട്ടൻ ഇന്നും ലീവാണോ? ദോശമാവ് കോരി ഒഴിച്ച് ഒന്നൊന്നായി ചുട്ടെടുക്കുകയാണ് ഗൗരി. ഇന്ന് എനിക്ക് ഭയങ്കര മടിയാണ് പെണേ, ഇന്ന് പോകുന്നില്ല. നീയും ലീവ് എടുക്കുന്നോ?
എനിക്കൊരു കമ്പനിയാകും. അയ്യടാ, എന്തൊരു പൂതിയാണെന്ന് നോക്കിയേ. അവൾ ഇരുപുരുക്കങ്ങളും കൂട്ടിപ്പിടിച്ചിട്ട് മഹിയെ നോക്കി. നീ ഒന്ന് വിളിച്ചു പറയണേ, എനിക്ക് ഇനിയും പോഷൻ തീരാനുണ്ടേട്ടാ. എക്സാം ആവാറായില്ലേ. ചോറും കറികളുമൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷം ഗൗരി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് മേശമേൽ നിർത്തി. മഹിയേട്ടാ വായോ, സമയം പോകുന്നു. അവൾ ഉറക്കെ വിളിച്ചു. ദാ വരുന്നു ഗൗരി. രണ്ടാളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം ഗൗരി വേഗത്തിൽ റെഡിയാവാനായി പോയി. ഒരുങ്ങിയിറങ്ങി വന്നപ്പോഴാണ് അവൾ എന്തോ മറന്നതുപോലെ തിരിച്ചു കയറാൻ തുടങ്ങി. എന്താ ഗൗരി? കൂടെ എടുത്തില്ലേട്ടാ. ഇനി മഴയെങ്ങാനും പെയ്താ? അത് സാരില്ല, ഞാനുണ്ടല്ലോ ഇവിടെ. നിന്നെ കൂട്ടാൻ വൈകുന്നേരം എത്തിക്കോളാം. അവൾ മഹിയോടൊപ്പം കാറിലേക്ക് കയറി. ഗൗരിയെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട ശേഷം മഹി നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വാതിൽ തുറന്ന് കയറിയപ്പോൾ വല്ലാത്തൊരു ശൂന്യത പോലെ. ഗൗരി ഓരോ നിമിഷവും അവളിലേക്ക് ചുരുങ്ങുകയാണ്. തലേ രാത്രി തോരാതെ പെയ്ത മഴയിൽ അവളിലേക്ക് ചേർന്നത് തൻ്റെ ഓരോ സ്പന്ദനത്തിലും ഗൗരിയാണ്. അവളില്ലാതെ ഒരു നിമിഷം പോലും തനിക്കാവില്ല. അത്രമേൽ അത്രമേൽ അവൾ എന്നിലേക്ക് അലിഞ്ഞു കഴിഞ്ഞു. എത്രയെത്ര ജന്മങ്ങൾ പിറവിയെടുത്താലും അതവളുടെ പാതി അവൻ വേണ്ടി മാത്രമാകണം. അവളുള്ള സ്നേഹം ആർത്തിരുമ്പുമ്പോൾ മഹി അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ആ വലിയ വിപത്തിനെ. ഫോണിൽ നോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കുകയായിരുന്നു മഹി. ഊണൊക്കെ എടുത്ത് കഴിച്ച ശേഷം അല്പസമയം അവൻ താഴ്ത്ത നിലയിൽ ഇരിക്കുകയായിരുന്നു. ഗൗരി കോളിംഗ്. ഹലോ ഗൗരി. ആ മഹിയേട്ടാ, ഊണ് കഴിച്ചോ? നീയോ? ഞാനും കഴിച്ചു. ഇപ്പോൾ എഴുന്നേറ്റതേയുള്ളൂ. വൈകുന്നേരം ഞാൻ വന്നേക്കാം കേട്ടോ. ആ ശരി ഏട്ടാ, നേരത്തെ ഇറങ്ങണേ. ആ കലങ്ക് കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല ഈ വഴിയിലേക്ക്. വന്നോളാം ഗൗരി, നീ ഇങ്ങനെ പേടിക്കാതെ. അവൻ ഗൗരിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു അവനെ. ഓക്കെ ഗൗരി, ഞാൻ വെക്കുക, അമ്മ വിളിക്കുന്നുണ്ട്. കോൾ കട്ട് ചെയ്ത ശേഷം മഹി അമ്മയെ വിളിച്ചു. ഹലോ അമ്മേ. ആ മോനെ, നീ എവിടെയാണ്? ഞാൻ വീട്ടിലാമേ. അതെയോ, ഓഫീസിൽ പോയില്ലടാ? ഇന്ന് പോയില്ല. അതെന്താ, എന്തെങ്കിലും വയ്യാക്കിയാണോടാ? ഏയ് അല്ലമ്മേ, ഞാൻ വെറുതെ പോകാതിരുന്നേ ഉള്ളൂ. ഗൗരിമോള് സ്കൂളിൽ പോയോ മോനെ? പോയി അമ്മേ. കാലത്തെ ഞാൻ അവളെ കൊണ്ടുപോയി വിട്ടു. പാവം കുട്ടിയാണ്, നീ അവളെ വിഷമിപ്പിച്ചേക്കരുത്. ഓ, എന്തൊരു സ്നേഹമാണ് അമ്മയ്ക്ക്. നാവിലും തേനാണോ ഊറി വരുന്നത്? നീ പോടാ. എനിക്ക് എൻ്റെ മൂത്ത മരുമകളെ പോലെ തന്നെയാണ് അവളോടും ഒരുപാട് സ്നേഹമുണ്ട്. എന്നിട്ടെന്തേ അമ്മ അവളോട് ഒറ്റയ്ക്കാക്കിയിട്ട് പോയത്? ഒറ്റയ്ക്കോ? അവൾക്ക് ആടെ കൂടെ നിൽക്കുന്നതാണോ ഏറ്റവും ഇഷ്ടം. അയാളെ അടുത്ത് ഏൽപ്പിച്ച ശേഷമാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. ഓഹോ, അമ്മയ്ക്ക് പിന്നെ പണ്ടേ വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാലോ ഇല്ലേ? അതൊക്കെ അതും ടീച്ചറൊന്ന് ചിരിച്ചു. മോനെ, നീ അവളോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യലേ. അവളൊരു പാവമാണ്. അവൾ പാവാണെന്ന് കൂടെ കൂടെ അമ്മ പറയേണ്ട കാര്യമില്ല. എനിക്കറിയാം എൻ്റെ ഭാര്യയെ. അപ്പോൾ സെറ്റായോ? ഹിമയെടുത്തി അമ്മയുടെ അടുത്തുണ്ടോ? ഒന്ന് കൊടുത്തേ. ഹിമയുടെ ശബ്ദം കേട്ട് മഹി അമ്മയോടായി പറഞ്ഞു. കൊടുക്കാം മോനെ. അവർ ഫോൺ കൈമാറി. ഹലോ ഏട്ടത്തി. ആ മഹി, നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇല്ല, ഇന്നൊരു ദിവസം ലീവ് എടുത്തു. നീയോ? എനിക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് കേട്ടോ. എന്നും ഈ അലച്ചിലല്ലേ ഏട്ടത്തി? ഒരു ദിവസമെങ്കിലും ഒന്ന് റിലാക്സ് ആവണ്ടേ? ആ അത് ശരിയാണ്. എങ്കിൽ പിന്നെ ഗൗരിയും കൂട്ടി എവിടേക്കെങ്കിലും ഒന്ന് കറങ്ങാൻ പോയിക്കൂടായിരുന്നോ? ഓ, എനിക്ക് എപ്പോഴും സമ്മതമാണ്. പക്ഷേ ഗൗരി ഒന്ന് കൂടെ പോരണ്ടേ? അവൾ കൂടി ഫ്രീ ആയെങ്കിലല്ലേ ഏട്ടത്തി ഇതൊക്കെ നടക്കൂ. മഹി അത് പറഞ്ഞപ്പോൾ ടീച്ചറിനും ഹിമയ്ക്കും ഒരുപാട് സന്തോഷമായിരുന്നു. അവർ തമ്മിൽ ഒരു അടുപ്പമൊക്കെ ഉണ്ടായി എന്ന കാര്യം മഹിയുടെ വാക്കുകൾ കൂടി വ്യക്തമാവുകയായിരുന്നു. കുറേ സമയം രണ്ടാളോടും ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ശേഷം മഹി കോൾ കട്ട് ചെയ്തു. സമയം 2 മണിയായിരിക്കുന്നു. ചെറുതായി ഇടി മുഴങ്ങി തുടങ്ങി. മഴ ഇന്നും കാണും അവൻ ഓർത്തു. 4 മണിയാകും മുന്നേ ഗൗരിയെ കൂട്ടാൻ പോകണം. പെണ്ണിനാണെങ്കിൽ ഇടിയും മഴയുമൊക്കെ വല്ലാത്ത പേടിയാണ് താനും. മഹി തൻ്റെ റൂമിലേക്ക് ചെന്നു. 2-3 ദിവസമായി നേരാവണ്ണം ഒന്ന് ഉറങ്ങിയിട്ട് ചെറുതായി തല വേദനിക്കുന്നുമുണ്ട്. ഉറക്കം ശരിയാവഞ്ഞിട്ടാവും. കുറച്ച് സമയം അവൻ ബാൽക്കണിയിൽ പോയിരുന്നു. അകലെ മാനത്ത് മഴക്കാർ പൊതിഞ്ഞു. ഒരു പെഗ്ഗെടുത്ത് അടിക്കാൻ അവന് ഒരു മോഹം. കുറച്ച് ദിവസമായി താൻ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് അവനൊരു ബോട്ടിലെടുത്തു. പൊട്ടിച്ചു. ഒരെണ്ണം അടിച്ചതേ അവൻ ഓർമ്മ വന്നുള്ളൂ. ബെഡിലേക്ക് ഒറ്റ കിടപ്പായിരുന്നു. കാതടുപ്പിക്കുന്ന ഇടിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് മഹി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. ഭയങ്കര മിന്നലും ഇടിയും ഒപ്പം കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട പോലെ അവന് തോന്നി. പുറത്താണെങ്കിൽ തുള്ളിക്ക് ഒരു കുടം എന്ന പോലെ മഴ കുതിച്ചു പെയ്യുന്നു. മഹി വേഗം എഴുന്നേറ്റു. ക്ലോക്കിലേക്ക് നോക്കി. സമയം 5 മണിയാവുന്നു. ഈശ്വരാ, ഗൗരി. അവൻ എഴുന്നേറ്റ് താഴേക്കോടി. കാറിൻ്റെ കീ എടുത്തുകൊണ്ട് അവൻ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവൻ കണ്ടത് ഭിത്തിയിൽ ചാരി കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തിയിരിക്കുന്ന ഗൗരിയെ. മുഴുവൻ നനഞ്ഞാണ്. സാരിയൊക്കെ ദേഹത്തേക്ക് ഒട്ടിക്കിടക്കുന്നു. ഗൗരി മോളെ. അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവൻ അവളെ വിളിച്ചു. ഗൗരി പക്ഷേ അനങ്ങിയില്ല. ഗൗരി, ഗൗരി മോളെ.
അവനവളെ തോളിൽ തട്ടി. കത്തുന്ന മിഴികളോടെ തന്നെ നോക്കുന്നവളെ കണ്ടതും അവൻ്റെ നെഞ്ചി വിങ്ങി. ഗൗരി, ഞാൻ ഞാൻ ഉറങ്ങി. അവൻ വാക്കുകൾക്കായി പരതി. ഗൗരി പക്ഷേ അവനോടൊന്നും പറയാതെ കൊണ്ട് ആ ഇരിപ്പ് തുടർന്നു. ഗൗരി, സോറിടാ. മഹി അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി. തൊട്ടു പോകരുത് എന്നെ, അവൾ അലറി. മഴയാണെങ്കിൽ ശക്തിയിൽ പെയ്യുകയാണ്. ഗൗരി, വിളിക്കരുത് എന്നെ, അങ്ങനെ മാറിപ്പോകുന്നുണ്ടോ? എനിക്കാരെയും കാണണ്ട. അവൾ എന്തൊക്കെയോ പുലമ്പി. ഗൗരി പ്ലീസ്, എന്നോട് ഒന്നും മിണ്ടണ്ട. പറഞ്ഞില്ലേ ഞാൻ ആരോരുമില്ലാത്തവളാണ്. ഈ ഗൗരി അനാഥ, ആർക്കും വേണ്ടാത്തവൾ. ജന്മം തന്നവർ പോലും വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് പോയി. 6-ാമത്തെ വയസ്സ് മുതൽ അനുഭവിക്കുന്നതാണ് ഈ കഷ്ടപ്പാടും വേദനയും. ഞാനെന്നും ഒറ്റയ്ക്കാണ്. എനിക്ക് ആരും വേണ്ട, ആരും. മഹിയേട്ടനും എന്നെ വേണ്ട, എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഇന്നെന്നെ കൂട്ടാൻ വരാത്തത്. ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ്. എന്നിട്ടും ഞാൻ ഒറ്റയ്ക്ക് ആ മഴയും നനഞ്ഞുകൊണ്ട് ആകെ പേടിച്ച് വിറച്ച്. അത് പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞിട്ട് മഹിയെ നോക്കി. ഗൗരി, സോറിടാ. ഞാൻ മനഃപൂർവ്വം അല്ലടാ, സത്യമായിട്ടും. അവനവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നു. കുടിച്ചിട്ടുണ്ട് അല്ലേ? അവൾ മഹിയെ തുറച്ചു നോക്കി. അത് പിന്നെ ഗൗരി, വേണ്ട, എന്നോട് ഒന്നും പറയണ്ട പ്ലീസ്. എൻ്റെ അടുത്തു നിന്നും ഒന്ന് പോയി തരുമോ? നീ എന്താണ് ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പോലുമുള്ള സാവകാശം തരാത്തത്? എനിക്ക് ഒന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്. വേണ്ട, താല്പര്യമില്ലെങ്കിൽ നീ ഒന്നും കേൾക്കണ്ട. പക്ഷെ ഇങ്ങനെ ഇരുന്നാൽ നിനക്ക് പനി പിടിക്കും. എനിക്കെന്ത് സംഭവിച്ചാലും മഹിയേട്ടൻ എന്താണ്? അവൾ മുഖം വെട്ടിത്തിരിച്ചതും മഹി അവളെ തൻ്റെ കൈകളിലേക്ക് കോരിയെടുത്ത് കഴിഞ്ഞിരുന്നു. വിടെന്നെ. കൂതറിക്കൊണ്ട് ഗൗരി അവൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. മിണ്ടാതിരിക്കണേ. അവൻ അവളെ അല്പം കൂടി തന്നിലേക്ക് ചേർത്തുകൊണ്ട് മുറിയിലേക്ക് കയറി. പക്ഷെ അല്പം ബലം പ്രയോഗിച്ചു തന്നെ ഗൗരി അവനിൽ നിന്ന് മോർന്നിറങ്ങി. തൊട്ടു പോകരുത് എന്നെ. അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഗൗരി മുകളിലേക്ക് കയറിപ്പോയി. വേഷം പോലും മാറാതെ അവൾ ബെഡിലേക്ക് വീണു. അവിടെ കിടന്ന് കുറേ സമയം പൊട്ടിക്കരഞ്ഞു. കാലിൽ ഒരു നനവ് പടർന്നതുപോലെ തോന്നിയപ്പോൾ അവൾ മിഴികൾ ഉയർത്തി. മഹിയാണ്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സോറിടാ, ഞാൻ ഉറങ്ങിപ്പോയ കൊണ്ടാണ്. എന്നിട്ട് അവൾ മറുപടി പോലും കേൾക്കാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മഹിയേട്ടൻ വരുന്നതും കഥ സ്കൂളിലെ ഗേറ്റിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ഉച്ച കഴിഞ്ഞ ശേഷം തുടങ്ങിയ മഴയാണ്. ഭാഗ്യത്തിന് കുട്ടികൾ സ്കൂളിൽ നിന്നും പോകുന്ന നേരമായപ്പോൾ മഴയ്ക്ക് ലേശം ശമനം വന്നത്. 4:15 വരെയും ഏട്ടനെ നോക്കി നിന്നു. പക്ഷേ കാണാത്തപ്പോൾ ഫോൺ വിളിച്ചു നോക്കി. എടുക്കുന്നില്ല. കുറേയേറെ തവണ വിളിച്ചു. ഫോൺ എടുക്കാത്തപ്പോൾ പേടിയായി. ഈശ്വര, ഏട്ടന് എന്തെങ്കിലും ആപത്ത്. പിന്നീട് വേഗം വീട്ടിലേക്ക് പോരുകയായിരുന്നു. പാതി വഴി പോലും എത്തും മുന്നേ മഴ വീണ്ടും വന്നെത്തി. ഭൂമി നടുങ്ങും പോലെ ഇടിയുടെ ശബ്ദം മുഴങ്ങി. മഴ നനഞ്ഞോടി. ഓടും വഴിയിൽ വീണു പോയിരിക്കുന്നു. കൈമുട്ടിൽ നിന്നും രക്തം കിനിഞ്ഞു. മനസ്സിൽ അപ്പോഴും മഹിയേട്ടൻ എന്നൊരു നാമം മാത്രമുണ്ടായിരുന്നുള്ളൂ. സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ കണ്ടു ഏട്ടൻ്റെ വണ്ടി കിടക്കുന്നത്. കോളിംഗ് ബിൽ അമർത്തിയ ശേഷം ശ്വാസം പോലും നിലച്ചു പോകുന്ന അവസ്ഥയിലായിരുന്നു താനപ്പോൾ. ശരീരത്തിൻ്റെ ബലമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഭിത്തിയിലേക്ക് ഊർന്നിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കണ്ടു വാതിൽ തുറന്നിറങ്ങി വരുന്ന ഏട്ടനെ. ഏട്ടനെ നേരിക്കണ്ടപ്പോഴാണ് സമാധാനമായത്. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി കുടിച്ചിട്ടുണ്ടെന്ന്. അത് കണ്ടതും തകർന്നു പോയിരുന്നു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ആകെ തകർന്നു പോയിരിക്കുന്നു. മഹിയേട്ടനോട് അത്രമാത്രം കാര്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ട് പോലും ഏട്ടൻ. ഓർക്കുന്തോറും അവളുടെ ഹൃദയം ആളിക്കത്തുകയാണ്. തനിക്ക് ആരുമില്ല. താൻ ഈ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്. ആരോരുമില്ലാത്തവൾ. മഹിയേട്ടന് തന്നെ ജീവനാണെന്നൊക്കെ കരുതി. പക്ഷെ താൻ ഓർത്തതൊക്കെയും വെറുതെയും തെറ്റിദ്ധാരണയായിരുന്നു.